ഇംദാദ് മസി അദ്ദേഹം കേരളത്തിൽ വന്ന് പ്രസംഗിച്ചിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല. എന്നാൽ അദ്ദേഹം ഒടുവിൽ ഭാര്യയുമായിട്ട് പിണങ്ങി, അതുകൂടാതെ ഈ വ്യഭിചാര പാപത്തിൽ വീണു ഒരു പെൺകുട്ടിയുമായി. പിന്നെ അദ്ദേഹം അങ്ങനെ പോയി അന്ന് ശുശ്രൂഷയിൽ നിന്നങ്ങ് മാറി ഭാര്യയെ പിണങ്ങി പോയി. പിന്നെ പുള്ളിക്കാരൻ ഈ പോൾട്രിയൊക്കെ നടത്തിക്കൊണ്ട് അങ്ങനെ ഇരിക്കുക. ഞാൻ ഒരു പ്രാവശ്യം ലുധിയാനയിൽ നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് തർജ്ജമ ചെയ്തുകൊണ്ടിരുന്ന സ്റ്റാൻലി ജോസഫ് എന്ന് പറയുന്ന ഒരു സഹോദരനാണ്. ആ സ്റ്റാൻലി ജോസഫ് എന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയാൽ രക്ഷിക്കപ്പെട്ടവനാണ് സ്റ്റാൻലി ജോസഫ്. അപ്പോൾ കുറഞ്ഞതൊരു 5000-ലധികം ആളുകളുണ്ട്, വലിയ ആൾക്കൂട്ടമാണ്. അതിൻ്റെ പുറകിൽ ഇദ്ദേഹം ഒരു റെഡ് കളർ മരൂൺ കളർ ഒരു ഷർട്ട് ഇട്ടുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിനോട് പറഞ്ഞു, ഞാൻ സ്റ്റേജിൽ വന്ന് പ്രസംഗിക്കാൻ തുടങ്ങുമ്പോൾ പ്രാർത്ഥിക്കുന്നത് ആ ആളിനെ വിളിച്ച് സ്റ്റേജിൽ കൊണ്ടുവരാൻ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടില്ല, പിന്നെ കേട്ടിട്ടുണ്ട്. അദ്ദേഹം പ്രായമായി നടന്ന് മുൻപിൽ വന്നു. ഞാൻ പറഞ്ഞു മുട്ടുകുത്താൻ പറഞ്ഞു. എന്നിൽ കൂടെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, ഇവൻ്റെ പാപമെല്ലാം ക്ഷമിച്ചിരിക്കുന്നു, ഞാനിവനെ വീണ്ടെടുത്തിരിക്കുന്നു എന്ന് പറയാൻ പറഞ്ഞു. അപ്പം 5000-കണക്കിന് ആളുകളുണ്ട്, 5000-ൽ കൂടുതൽ ആളുകളുണ്ട്. അപ്പം എനിക്ക് തർജ്ജിമ ചെയ്യുന്ന ആൾ, ഞാൻ ഇംഗ്ലീഷിൽ പറയും, തർജ്ജിമ ചെയ്യുന്ന സ്റ്റാൻലി ജോസഫ് കരയുക. ഞാൻ പറഞ്ഞു, എന്തിനാ നീ കരയുന്നേ, പറ. അദ്ദേഹം എനിക്ക് തർജ്ജിമ ചെയ്യുന്ന സ്റ്റാൻലി ജോസഫ് മുട്ടുകുത്തിയിട്ട് പറയുകയാണ്, ഇദ്ദേഹമാണ് ഇംദാദ് മസി, ഇദ്ദേഹത്തിൽ കൂടെയാണ് ഞാൻ രക്ഷയിലേക്ക് വന്നത് എന്ന് പറയാനിടയായി. ഞാൻ കൈവച്ച് പ്രാർത്ഥിച്ചു. അദ്ദേഹത്തെ ദൈവം നിർത്തി എൻ്റെ കൂടെ 2 മാസം യാത്ര ചെയ്തു. പിന്നെ ഞാനും അദ്ദേഹവും കൂടെ അദ്ദേഹത്തിൻ്റെ ഭാര്യയും മക്കളുമായി അമൃത്സറിൽ വിളിച്ചിട്ട് അവരെ രമ്യതയിലേക്ക് കൊണ്ടുവന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തിലായി, ഭാര്യയും മക്കളും എല്ലാമായി. പുള്ളിക്കാരൻ്റെ നിമിത്തം ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടിയെ വേറൊരാൾ വിവാഹം കഴിപ്പിക്കാനായിട്ടുള്ള ക്രമീകരണമെല്ലാം ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞ് ഒരു എല്ലാം കൊണ്ട് 4 മാസത്തിനൊടുവിൽ അവൻ വീടിൻ്റെ മുകളിൽ നിന്നിങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നു. അവനൊരു ശബ്ദം കേട്ടു, ദാനിയേലേ നീ പോയി വിശ്രമിക്കുക എന്നൊരു ശബ്ദം കേട്ടു. അവൻ താഴെ വന്ന് മറ്റുള്ളവർ പറഞ്ഞു, ഞാൻ ഇങ്ങനൊരു ശബ്ദം കേട്ടു, ദാനിയേലേ നീ പോയി വിശ്രമിക്കുക എന്ന് പറഞ്ഞു. ഞാൻ കിടക്കുകയാണെന്ന് പറഞ്ഞു. കിടന്നു, പ്രാണനം വിട്ടു. കിടക്കെന്ന് പറഞ്ഞ ഉടനെ തന്നെ പ്രാണൻ വിടുവാനിടയായി. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഈ ഒരു പെൺകുട്ടിയുമായി പോയെങ്കിലും പല വർഷങ്ങളായി പോയതിൽ കുറച്ച് അവർ വാശിയെല്ലാം പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ പോയത്. എന്നാൽ അവളുമായിട്ട് യാതൊരു സമ്പർക്കം കൂടാതെ 3.5 വർഷം ആ പെൺകുട്ടിയുമായിട്ട് യാതൊരു അശുദ്ധമായ സംസർഗം കൂടാതെ ഒരു മകളെപ്പോലെ കരുതി അവളെ വേറൊരു വിവാഹം കഴിക്കത്തക്കോണം വിശുദ്ധമായി താൻ ജീവിച്ചു. അപ്പോൾ ആ ജീവിച്ചത് ആര് കണ്ടു? വലിയവനായ ദൈവം കണ്ടു. 5000-ലധികം ആളുകളുടെ മധ്യത്തിൽ നിന്ന് എന്നെ ഉപയോഗിച്ച് ആ ആളിനെ വിളിച്ചുകൊണ്ട് വരേണ്ടതായി. അപ്പോൾ ദൈവം, ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, പരിശുദ്ധാത്മാവ് അങ്ങനെ പെട്ടെന്ന് വിട്ടുപോകുന്ന ഒരു വ്യക്തിയല്ല. എത്രയും പശ്ചാത്താപമുണ്ടോ അവസരം കൊടുത്ത് അവരെ ഉണർത്തുവാൻ നോക്കുന്നവനാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. അതുകൊണ്ട് ഒരാളുടെ കണക്കിനാരും തീർന്നു പോയി എന്ന് നമുക്ക് പറയാൻ ഒക്കുകയില്ല. ഒടുവിൽ അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ആരെയും നേരത്തെ ന്യായം വിധിക്കരുത്, മരണം വരെയും ഒരാൾ തീർന്നുപോയി എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ ഒക്കുകയില്ല. കാരണം